നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 2025 മാർച്ച് മാസം 26 ബുധനാഴ്ച. ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾസ ഫലീകരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ദമ്പതികൾക്ക് ഒരുമിച്ചു താമസിക്കാൻ കഴിയൂ എന്ന തരത്തിൽ ഉദ്യോഗമാറ്റമുണ്ടാകും. പുതിയ ഗൃഹം വാങ്ങും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. അധികാരപരിധിയും ചുമതലകളും വർദ്ധിക്കും. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. സുഹൃത്തിന്റെ നിർബന്ധത്താൽ വിദേശയാത്രയ്ക്ക് തയ്യാറാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിജ്ഞാനപ്രദമായ ചർച്ചകളിൽ പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഉദ്യോഗക്കയറ്റം ലഭിക്കും. പുതിയ കൂട്ടുകാഴ്ചവട്ടങ്ങളിൽ ഏർപ്പെടും. വൈൻകിട്ട സംരംഭങ്ങൾക്കായി പണം മുടക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം നാണ്യവിളകളിൽ നിന്ന് നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കും. വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പരാജയഭീതി ഉണ്ടാകും. മകരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. കന്നുകാലികളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം. മേഖലയിലുള്ളവർക്ക് ജോലി തടസ്സം നേരിടാം. ആരോഗ്യം തൃപ്തികരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മാധ്യമരംഗത്തുള്ളവർക്ക് അവാർഡുകൾ ലഭിക്കും. സാങ്കേതിക കാരണങ്ങളാൽ വിദേശവാസം ഉപേക്ഷിക്കേണ്ടി വരും. കൂട്ടുകാഴ്ചവട്ടം തുടങ്ങും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര തരപ്പെടും. ആരാധനാലയങ്ങൾ സന്ദർശിക്കും. പൂർണ്ണായിർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഊഹക്കാഴ്ചവട്ടത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടം. അറിയാതെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരമൊരുങ്ങും. പ്രതിസന്ധികളെ അതിജീവിക്കും. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പ്രവർത്തന മേഖലയിൽ ശോഭിക്കും. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുയോജ്യ സമയം. വിവാഹത്തിന് അനുകൂല സാഹചര്യം. ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാകും. പഠനവായ കല്യാണങ്ങളിൽ മാറ്റിയെടുക്കാനാവും. ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. ദാമ്പത്യബന്ധത്തിലെ അസ്വാരസ്യങ്ങൾക്ക് അറുതി വരും. പ്രണയ സാഫല്യമുണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെട്ട് വിജയിക്കും. സാമ്പത്തികാഭിവൃദ്ധിയുണ്ടാകും. കലാരംഗത്ത് ശോഭിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത. യാത്രകൾ വേണ്ടി വരും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യും. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഉന്നത വ്യക്തികളുമായി സൗഹൃദത്തിലേർപ്പെടും. ഉദ്യോഗത്തിൽ സ്ഥാനചലനം. എതിരഭിപ്രായങ്ങളും തടസ്സങ്ങളും കുറയും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം അടുത്ത ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിത സഹായം. മാധ്യമരംഗത്തുള്ളവർ വിമർശനങ്ങൾക്കു പാത്രമാകും. കുടുംബത്തിൽ അസ്വസ്ഥത കുറയാനിടയുണ്ട്. നല്ല സുഹൃദ ബന്ധങ്ങൾ ലഭിക്കും. രംഗത്തുള്ളവർക്ക് ഉദ്യോഗക്കയറ്റമുണ്ടാകും. അത്തനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിയുടെ പിന്തുണ കുടുംബജീവിതത്തിന് ശക്തിയേകും. വ്യവഹാര ജയം.
സാമ്പത്തിക അയച്ചടക്കം പാലിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. തൊഴിൽ പരമായി യാത്രകൾ വേണ്ടി വരും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കൂട്ടുകാഴ്ച വട്ടത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. കാർഷിക മേഖലയിൽ നഷ്ടസാധ്യത. ബന്ധുക്കളുമായി തർക്കങ്ങളിലോട്ടലെടുക്കും. സാമ്പത്തിക സാഹചര്യം അനുകൂലമാക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും. കർമ്മരംഗത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വരും. തൊഴിലിൽ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്തും. വസ്ത്രവ്യാപാരത്തിൽ വരുമാനം വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പ്രവാസികളായ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. ജീവിതശൈലീ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടി വരും. ആരോഗ്യനില മെച്ചപ്പെടും. മക്കളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ ഫലിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സ്വയം തൊഴിലിൽ നിന്ന് നേട്ടം. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്തു തീർക്കാനാകും. മക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ അവസരം. വിദേശ ജോലി നഷ്ടപ്പെടാൻ സാധ്യത. മാനസിക പ്രയാസങ്ങൾ മാറും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉദ്യോഗസ്ഥർക്ക് അനുകൂല സാഹചര്യമുണ്ടാകും. ദൗത്യം പൂർത്തീകരിക്കാനായി പരിശ്രമിക്കേണ്ടി വരും. പുതിയ പ്രവർത്തന മേഖലകളിൽ പ്രവേശിക്കാൻ ശ്രമിക്കും. വ്യാപാര ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഗൃഹനിർമ്മാണം തുടങ്ങാൻ പറ്റിയ സമയം. പഴയ വാഹനം മാറ്റി വാങ്ങും. പുനഃ പരീക്ഷകളിൽ വിജയശതമാനം വർദ്ധിക്കും. കലാകായികരംഗത്തുള്ളവർക്ക് മുന്നിലും അപ്രതീക്ഷിതമായി അപകടങ്ങൾ ഉണ്ടായേക്കാം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ആരോപണങ്ങളിൽ നിന്ന് മുക്തനാകും. മേലധികാരിയുടെ നിർബന്ധത്തിനു വഴങ്ങി പുതിയ ചുമതല ഏറ്റെടുക്കും. പുതിയ വീട് വാങ്ങും. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരം. ഭക്ഷ്യവിഷബാധ സൂക്ഷിക്കണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമ്പത്തികാഭിവൃദ്ധിയുണ്ടാകും. താത്കാലിക ജോലി സ്ഥിരപ്പെടും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അംഗീകാരങ്ങൾ നേടിയെടുക്കും. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മാന്യമായ പെരുമാറ്റത്താൽ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപെടും. ദൂരയാത്രകൾക്ക് അവസരം. അവസരോചിതമായ ഇടപെടലുകൾ മേഖലയിലെ അപകടങ്ങൾ ഒഴിവാക്കും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാതെ ശ്രദ്ധിക്കണം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പൊതുരംഗത്ത് ഉന്നത സ്ഥാനം ലഭിക്കും. വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. സർക്കാരിൽ നൽകിയ അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണമുണ്ടാകും. കച്ചവട മേഖലകളിൽ ശോഭിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമൂഹിക രംഗത്ത് അംഗീകാരം. പ്രവർത്തന മേഖലയിൽ സ്ഥാനചലനത്തിന് സാധ്യത. വിദേശയാത്രയ്ക്ക് തടസ്സം നേരിടും. വിദ്യാർത്ഥികൾ അലസത വിട്ടുണർന്നു പ്രവർത്തിക്കണം. കാർഷിക ഉത്പന്നങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. പുതിയ വ്യക്തിബന്ധങ്ങളിലൂടെ ഗുണമുണ്ടാകും. ഊഹാപോഹങ്ങൾക്ക് ഇടകൊടുക്കാതെ സൂക്ഷിക്കണം. വ്യവഹാരങ്ങളിൽ മൂലധനവ്യയത്തിന് സാധ്യത. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും.
ആഗ്രഹിച്ച പങ്കാളിയുമായുള്ള വിവാഹം നടക്കും. തൊഴിൽ പരമായ സമമർദ്ദം കുറയും. വ്യവഹാരങ്ങളിൽ പൂർണ്ണ വിജയം നേടാനാകാതെ വരും. പേശീരോഗങ്ങൾക്ക് സാധ്യത. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഭൂമി വിലപനാക്കിയ അനുകൂല സമയം. പുതിയ വാഹനം വാങ്ങും. പുണ്യകർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കും. കലാകായികരംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കും. പിതാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കയുണ്ടാകും.